കോഴിക്കോട്ടരില്ലേ? നിങ്ങൾ എന്തോട് ഇങ്ങനെ നമ്മൾ റൈറ്റ് സൈഡ് കാണാൻ നമ്മുടെ കോഴിക്കോട് ബീച്ചാട്ടാ. കോഴിക്കോട് ബീച്ചിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ടൗണിൽ തന്നെ അല്ലേപ്പാ? കോഴിക്കോട് എവിടെ? കോട്ടപ്പറമ്പ് പാളയം. കോട്ടപ്പറമ്പ് പാളയം. ഓക്കെ പൊളി. അപ്പോൾ നമ്മളിന്ന് എവിടേക്ക് പോണ്? വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. ഓക്കെ, എന്തായാലും പോണ വഴി കാഴ്ചകൾ ഇന്ന് ഒരുപാടാണ്. കോഴിക്കോട് ടൗണിലൂടെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. കോഴിക്കോട് ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും വരാണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ പോകുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് ഇനി വരാണ്ട് കോഴിക്കോട് സീരീസിൽ. അപ്പോൾ ഇന്നത്തെ യാത്ര ഈ ക്യാമറകൾ ഫോൺ പിടിക്കും. അല്ല ഹായ്, ഈ വണ്ടിയിലാണ് നമ്മൾ പോണത്, ഞങ്ങളുടെ സ്വന്തം വണ്ടി. നമ്മളപ്പോൾ ഇതാണ് വലിയങ്ങാടി കേട്ടോ. ഞാനാ വലിയങ്ങാട് പ്രത്യേകത എന്താ പറയൂ? നിനക്കറിയില്ല? നീ കോഴിക്കോട്ടേരല്ലേ? നീ കോഴിക്കോട്ടേരല്ലേ? നിങ്ങൾ എന്തോട് ഇങ്ങനെ കോഴിക്കോട് വലിയങ്ങാടിയാണ് കേട്ടോ നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ല സുഖല്ലേ? പുസ്തകന്മാരൊക്കെ പോകണ്ടല്ലോ, ചേറാണ്. കേസേ ടിക് ടാക്ക് അച്ഛാ സുഖല്ലേ? നമ്മളിതാ വെലയങ്ങാടിയിലോട്ടാണ് യാത്ര. അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആളുടെ കയ്യിൽ 2-3 സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ഈ ക്യാമറ അവൾക്ക് കൊടുക്കാത്തത്. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഇവിടെ അധികം വണ്ടികളും മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത് കേട്ടോ. ആണ് കോഴിക്കോട് വലിയങ്ങാടി. ഈ വലിയങ്ങാടി എന്ന് പറഞ്ഞാൽ മറ്റേ അരി മറ്റല്ലേ മലഞ്ചരക്ക് മറ്റു ഏരിയകളിലാണ് കോഴിക്കോട് വലിയങ്ങാടി. കണ്ട ഒരുപാട് ലോറികൾ കണ്ടോ. തൃശ്ശൂർ ഇതേപോലെ ഒരു ഏരിയ ഉണ്ട്. ഇതാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫുള്ള് ഫിഷും മറ്റു കാര്യങ്ങളാണ്. എല്ലാം ഉണ്ടല്ലോ. ഇത് ടൈഗർ പോൺസ് ചെയ്യാ? ടൈഗർ പോൺസാ ഇത് മേടിച്ചതല്ലേ? വലിയ മത്തിയാ? മത്തിനല്ലേ ഇത്? എവിടെ ഇത് ക്ലീൻ ആക്കുന്നുണ്ടോ? ഇതല്ല ഇതല്ലേ? ഇത് ക്ലീനാക്കി വെച്ചാ. ഇത് ചെറുതാണല്ലോ അല്ലേ? ചെറുത് കണ്ടോ? കുഞ്ഞു ചെമ്മീൻ. അടിപൊളി. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫിഷും മറ്റു പരിപാടിയും വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് കോഴിക്കോട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനാണ് പോയി. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ പേര് പറയും? നിഹാല പർവീനാണ്. പനിയാ? ഓ ഇങ്ങനെയുണ്ടോ പഞ്ഞി? ഓ മീനിന്റെ പഞ്ഞിയുണ്ട്. മീൻമുട്ടാന്ന് പറയും ചിലടത്ത്. ഇത് ഐക്കുറൻ്റെ അല്ലേ? ഇതായതിൻ്റെ അതായത് മീൻമുട്ട, അത് ഈ പഞ്ഞി എന്നൊക്കെ പറയും അല്ലേ? അങ്ങനല്ലേ പറയാ? പോട്ടെ, ഞങ്ങൾ ഇനി അടുത്തത് നെക്സ്റ്റ് പരിപാടി അവരോട് ചോദിച്ചു പോട്ടെ ഇനി അടുത്ത എങ്ങോട്ടാണെന്നുള്ളത്. ഇനി എന്തായാലും ഫുഡും കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നും അവരുടെ വീട്ടിലാണ്. പ്രാവ്
ഇന്ത്യ പോലും അവരുടെ സൈസ് ഒക്കെ ബ്ലാക്ക് ആവുന്നല്ലേ ബ്ലാക്ക് ഫോണൊക്കെ ഏതല്ലേ വിളിച്ച് എന്താ വാങ്ങിയടി എന്താ വാങ്ങി എന്താ വാങ്ങി അപ്പോൾ ഒരുപാട് ഉണ്ട് ഒരു അവിടെ ആ ഇതേ അവിടെ ഉള്ള ഫുൾ പച്ചക്കറിയും മറ്റു പരിപാടിയും കാര്യങ്ങളും പൂച്ചയ്ക്കുള്ള മീനോ പൂച്ച നിങ്ങളുടെ വീട്ടിലൊരു അംഗമാവൂല്ലേ നീസ യെസ് യു ആർ റൈറ്റ് താങ്കൾ എന്ത് ചെയ്യുന്നു തിരിഞ്ഞു കളിക്കാം എന്തോ തടി ഇപ്പൊ ഇനി എങ്ങോട്ടാ സൺഡേ മാർക്കറ്റ് എക്സ്പ്ലോറിംഗ് സൺഡേ മാർക്കറ്റ് റൈറ്റ് ഓക്കെ സൺഡേ മാർക്കറ്റിലൂടെ ഞങ്ങൾ പോകുന്നു നമ്മളൊരു സൺഡേ മാർക്കറ്റിലോട്ടാണ് യാത്ര എപ്പോൾ അങ്ങോട്ട് പോകുന്നു അതായത് ഇത് നമ്മുടെ മിഠായി തെരുവല്ലേ മിഠായി തെരുവിലോട്ടാണ് ഇനി യാത്ര ഇനിയിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഠായി തെരുവിലോട്ടാണ് കേട്ടോ പോകുന്നത് അറിയാലോ മിഠായി തെരുവ് ആർക്ക് അറിയുന്ന പോലെ തന്നെ അങ്ങനെ സംഭവമല്ലേ പോരാ എടി ഇങ്ങനെയൊന്നും പിടിക്കല്ലേ ചെറിയ കുട്ടിയല്ലേ വഴി തരും വെച്ചിട്ടാ ആ അതെ കോഴിക്കോട് എത്തിയിട്ട് ഹലുവ ടേസ്റ്റ് നോക്കണം ഇളനീരലുവ ഇളനീരലുവ കേട്ടാ അല്ല ഇതുപോലെ തേങ്ങ അടിക്കുന്നു മാമ്പഴത്തിൻ്റെ മാമ്പഴത്തിൻ്റെ പന്നാറിൻ്റെ പനക ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഡ്രൈ ഫ്രൂട്ട് അനാറ് ഇളനീര് ചക്ക അമ്പേ പിന്നെ ചിക്കു ചക്ക ആ മോളിലേക്ക് ചക്ക ഉണ്ടെങ്കിൽ നോക്കണല്ലോ ചക്ക പിന്നെ ചിക്കുണ്ട് പിന്നെ മാങ്ങ ചില്ലി പച്ചമുളക് ഓ പിന്നെ മാങ്ങ പിന്നെ മിക്സഡ് ഫ്രൂട്ട് ഓ പിന്നെ കിവി ഉണ്ട് ഒരു പാക്കറ്റ് കിവി എൻ്റെ അമ്മേ പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ടാണ് പിന്നെ ക്യാരറ്റ് ഉണ്ട് തണ്ണിമത്തന് തണ്ണിമത്തനോ ഇത് ചക്ക റേറ്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് അതായത് നമ്മുടെ മിഠായി തെരുവിലാണ് കേട്ടോ അത് എവിടെ നിന്ന് കയറുന്ന സമയത്ത് വേണ്ടപ്പാ വരാം ഞങ്ങൾ വരാക്കാം അങ്ങോട്ട് കണങ്ങിട്ടേ ചെയ്തിട്ട് വരാം ഞങ്ങളുടെ പേരെന്താ അസ്സലാമു അലൈക്കും കോട്ടെ ബ്രോ സുഖല്ലേ അതെനിക്കാ തൃശ്ശൂർ ഇനിയിപ്പോൾ നേരതാ ഇതായിരുന്നു കേട്ടോ ഷോപ്പിലെ അടിപൊളി ഓ കംപ്ലീറ്റ് ഇതെന്താ ഇത് നിന്റെ ചിക്പേട്ട ഏതാണ് നീസേ സുഖല്ലേ നല്ലൊരു എങ്ങനെ 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 ആ പറഞ്ഞെന്നു പറ ആ ഇൻവൈറ്റ് ചെയ്ത് വിളിക്കടാ ഷോപ്പൊക്കെ വീഡിയോ എടുത്താളി ആ സാധനം വിളിച്ചു തരുന്ന സാധനം ആ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ആ റീലൊക്കെ കണ്ട് ആ പ്രമുഖ നിങ്ങളറിഞ്ഞോ നിങ്ങളറിഞ്ഞോ അറിഞ്ഞില്ല അടിപൊളി ഇൻസ്റ്റയിൽ കണ്ട റീല് കണ്ട ഏതാ മാർക്കറ്റിങ് തന്നെ മാർക്കറ്റിങ് ഇങ്ങനെ വേണം മാർക്കറ്റ് ചെയ്യാൻ വിളിച്ചു കയറ്റ് അങ്ങനല്ല ഒരു ഇതിൽ കോഡ് പറ ആ അടുത്ത അവിടെ നീ എന്താണെന്നും വേണ്ടാത്
സംഭവം നൈസാണ് കേട്ടോ. ഓ എങ്ങനെടാ ഏതെടുത്താലും പോയിട്ട് വരാം. ഞാൻ എവിടേക്കൊക്കെ പോണം? ആ കായില്ലടാ. നോ മണി നോ ഹണി, നോ മണി നോ ഹണി, ഓൺലി വിസിറ്റിംഗ്, നോ പർച്ചേസ്. അമ്മ തിരക്ക് നോക്കിയാ. ചായ അടിപൊളിയാന്ന് പറയണം. ബോംബെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നത്. പിന്നെ ബാംഗ്ലൂർ പോണേ? ബാംഗ്ലൂർ ഇതുപോലത്തെ സ്ഥലം ഉണ്ടോ? എന്താ സ്ഥലത്തിൻ്റെ പേര്? ഏത് സ്ഥലം? പറയൂ. ഒരുപാട്, അതായത് നല്ല സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് കേട്ടോ. ഫുള്ള് തിരക്കാണ്, ഫുള്ള് തിരക്കാണ് അവിടെ കേട്ടാ. സ്ട്രോബെറി ആണോ? ആണോ? സ്ട്രോബെറി മറ്റു പരിപാടി അമ്മ സാധനമൊക്കെ. ഞാൻ ആക്ച്വലി കോഴിക്കോട് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മുട്ടായിത്തേരി നമ്മുടെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ. അവിടെ എപ്പോഴും വരാറുള്ളൊരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് വാവ് എന്ന് പറയാനില്ല, ബിക്കോസ് എല്ലാം അറിയാം നമുക്ക് കേട്ടാ. എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞല്ലോ? സെയിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണങ്ങളുണ്ടോ ഇവിടെ ഒന്ന് സെല് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ജയിൽപ്പൊടികൾ ഉണ്ടാക്കിയാണ് കേട്ടോ. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. കുറവാണ്. ഇവിടുന്ന് ലഡു, നമ്മളെ സെലിബ്രേഷൻ്റെ ലഡു ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിയത് ഞങ്ങൾ. ആ ഇഷ്ടമായിത്തിരിൻ്റെ സംഭവമാണ്. ഇഷ്ടമായിത്തിരിൻ്റെ വ്യത്യാസം തന്നെ കുറേ ഇങ്ങനത്തെ സംഭവം ഉണ്ടാവും. ചെറിയ ചെറിയ റേറ്റിൻ്റെ സാധനങ്ങൾ കൊടുക്കും. അധികം റേറ്റ് ഒന്നുമില്ല റെഡി. ദാറ്റ് വുഡ് ബി ബെറ്റർ. അങ്ങനത്തെ ഒന്നും എടുത്തോ നൈസായി. ആ പറ്റും. നമ്മൾ റൈറ്റ് സൈഡ് കാണാൻ നമ്മുടെ കോഴിക്കോട് ബീച്ചാട്ടാ. കോഴിക്കോട് ബീച്ചിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ വരും. ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ഇന്നിപ്പോൾ നമ്മൾ ഇവരെ വീട്ടിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ. സ്റ്റേ അല്ലല്ലോ, ഭക്ഷണം ഉച്ചക്കത്തെ ഇവരുടെയാണ്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിന്ന് ഫുഡും പരിപാടിയൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം അങ്ങനെ അതിൻ്റെ പ്ലാനിങ്ങിന് പോവാണ്. കുറേ കടകളിൽ കാണാൻ പറ്റും കേട്ടോ. കടുക്ക വാങ്ങാൻ പോവാ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മാർക്കറ്റിൽ നിന്ന് കടുക്ക വാങ്ങാനായിട്ടോ പോണേ. ഓക്കെ, കല്ലുമക്കായ. ഇത് കടുക്ക ഏരിയയാണ്. കടുക്ക നമുക്ക് നിറയ്ക്കുകയും ചെയ്യാം. മറ്റേത് വാങ്ങിച്ചോളി, തോടടക്കം. കടുക്ക ഇത് എത്രടാ കിലോ? ഇത് ഫ്രഷ്, ഇത് ക്ലീനാക്കി വെച്ചാടാ? ക്ലീനാക്കി വെച്ച കടുക്ക. ഇദ്ദേഹത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം ഫിഷില്ലാണ്ട് ചോറിറങ്ങൂല എന്നുള്ളതാണ്. വേറെ ആരുമില്ല, എൻ്റെ അമ്മോസാക്കിയാണ്. അപ്പോൾ നമ്മളിതേ കടുക്ക മറ്റു പരിപാടിയൊക്കെ വാങ്ങി. ഇനി അടുത്തത് കാണോ കോഴിക്കോട് ബീച്ച് കാണാണ് മക്കളെ. കോഴിക്കോട് ബീച്ച്
ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വൈകുന്നേരം ഒരു ലക്ഷ്യം ഉണ്ടാവില്ല നീസ ഭയങ്കര തിരക്കായി. ഭയങ്കര തിരക്കായിരിക്കും അല്ലേ